മറ്റൊന്ന് കൂട്ടുകുടുംബം ആണ് നമ്മുടെ വ്യവസ്ഥ. യഥാർത്ഥത്തിൽ ഈ കോഴ്സ് എന്തിനാണെന്ന് പഴയ ആൾക്കാർ ചോദിക്കും. പക്ഷെ അന്നും ഇന്നുമുള്ള വ്യത്യാസം, അന്ന് കൂട്ടുകുടുംബത്തിൽ കിട്ടിയ ഒരുപാട് അറിവുകളുണ്ടായിരുന്നു. ഇന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ വന്നു. ഇന്ന് ടെക്നോളജിയും പ്ലാറ്റ്ഫോമെല്ലാം ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നീ കാണുന്ന മൊബൈലിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സെക്സിനെ കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമികമായ അധ്യാപനത്തിൽ പോയിട്ടല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ്. അത് അപകടകരമായ സെക്സാണതിൽ. യഥാർത്ഥത്തിൽ ഇന്നലെ ഇപ്പോൾ ഇവിടെ നടത്തിയ RP മാർക്കിലോ ട്രെയിനിങ്, കേരളത്തിലെ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഹ്യൂമൻ ബയോളജി സെക്സ് എഡ്യൂക്കേഷനിൽ PhD കഴിഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ് ഇവർക്ക് ഇന്നലെ ഹ്യൂമൻ ബയോളജി ആൻഡ് സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ക്ലാസ് കൊടുത്ത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ RP മാർ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അത് വളരെ ശരിയാണ്. കാരണം സെക്സ് എന്ന് പറയുമ്പോഴേക്കും സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത വേറെയാണ്. മറിച്ച് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ പഴയ കാലത്തെ ഇന്നത്തെ കാലത്തേക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. കാരണം പണ്ട് കാലത്ത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് ആദരിച്ച് അവരെ ധിക്കരിക്കാതെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ ലോകത്തായിരുന്നു. ഇന്ന് അവിടുന്ന് ജനങ്ങൾ ചിറക് കുത്തി പറന്നുപോയി. അപ്പോൾ അവർക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടി. പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ ഈ ബന്ധങ്ങൾ അവർക്ക് പ്രശ്നമല്ലാതായി. ക്യാമ്പസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പോലും അവർ തന്നെ ഇണകളെ തിരഞ്ഞെടുക്കുന്നൊരവസ്ഥ, ഒരുപക്ഷെ മാതാപിതാക്കൾ അവരോട് വിയോജിക്കുന്നൊരവസ്ഥ, അങ്ങനെ കുടുംബത്തിലാകെ ഒരു വിവാഹം കൊണ്ട് വിള്ളലുണ്ടാകുന്ന അവസ്ഥ, കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഒരു വിവാഹം കൊണ്ട് വിള്ളലുണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ അതിനെ കാലത്തുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പഠനങ്ങളും ഒക്കെ പ്രഗത്ഭരായ റിസോഴ്സ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് നേടിയെടുത്ത് ജനങ്ങളെ ഈ ഒരു ബോധവൽക്കരണം നടത്തുന്നത് വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ പള്ളി മിഹ്റാബുകളിൽ ഖത്തീബുമാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി ബോധവൽക്കരിക്കണം. അതിനുള്ള ഒരു ക്യാമ്പയിൻ ശരിക്കും താഴെ തട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം. അള്ളാഹു വിജയിപ്പിക്കട്ടെ.